പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ആര്യ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവിടുത്തെ മുത്തശ്ശിമാരും എഴുന്നേറ്റ് ആര്യയെ സഹായിക്കാനായി അടുക്കളയിൽ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ജോലികളെല്ലാം എളുപ്പത്തിൽ തീർത്തു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എളുപ്പത്തിൽ തന്നെ ഒരുങ്ങി ആര്യ ഓഫീസിലേക്ക് പുറപ്പെട്ടു. വലിയ ഒരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല ആര്യയ്ക്ക്. നീളമുള്ള നീണ്ട മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടിരുന്നു. ഒരു കുഞ്ഞു പൊട്ടും. മുറ്റത്തെ ചെടിയിൽ നിന്നും ഒരു പാരിജാത പൂവും ചൂടിയാൽ ഒരുക്കം പൂർത്തിയായി. ഇന്നും പതിവ് പോലെ ദേവിക ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ആ, അപ്പോൾ നേരത്തെ വരാനൊക്കെ അറിയാമല്ലേ? ഇന്ന് പുതിയ MD കാണാനായിരിക്കും അല്ലേ? ഓ, ഒന്ന് പോയേടി അവിടുന്ന്. അവളുടെ ഒരു MD. മനുഷ്യൻ ഇവിടെ കിടന്ന് നട്ടം തിരിയുന്നു. അപ്പോഴാ അവളുടെ ഒരു കിന്നാരം. എൻ്റെ വിഘ്നേശ്വര, എന്നെ കാത്തുകൊള്ളണമേ. ഓ, കെറിവിക്കേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നീ പിണങ്ങാതെ. ഓ ശരി, വരവ് വച്ചിരിക്കുന്നു. ദാ ബസ് വന്നു. ഇന്ന് കറക്റ്റ് സമയമാണ്. അങ്ങനെ ഇരുവരും ഓഫീസിലെത്തി അവരവരുടെ ജോലികൾ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്ദീപേട്ടൻ വന്നു പറഞ്ഞു MD വരുന്നെന്ന്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായി. ഹാളാകെ നിശബ്ദത പടർന്നു. MDയുടെ കൂടെ സന്ദീപേട്ടനും ഉണ്ട്. എല്ലാവരും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അപ്പോഴേക്കും ദേവിക ഓടി ആര്യയുടെ അടുത്തെത്തി. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ MD ഗൗതം കൃഷ്ണ? ആവോ, എനിക്കറിയില്ല. അല്ലെങ്കിലും നീ അങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. കണ്ടാലേ അറിയാം ആളൊരു ചൂടനാണെന്ന്. എന്നാലും കാണാനൊരു സിനിമാ നടനെ പോലെയുണ്ട് അല്ലേ? ദേവിക പറഞ്ഞു. എന്നാലേ നീ അങ്ങേരെ വായി നോക്കി ഇവിടെ തന്നെ നിന്നോ. ഞാൻ എൻ്റെ ജോലി നോക്കി പോകുക. ഓ, വലിയ ജോലിക്കാരി. ഞാൻ പോണു. ഇതേ സമയം ഗൗതമിൻ്റെ ക്യാബിനിൽ. സാർ, ഞാൻ സന്ദീപ്, ഇവിടുത്തെ മാനേജറാണ്. ആ, യെസ് മിസ്റ്റർ സന്ദീപ്, ഡാഡ് പറഞ്ഞിട്ടുണ്ട്. സാറിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, യു മേ ഗോ നൗ. ഓക്കെ സാർ. സന്ദീപേട്ടാ, എങ്ങനെയുണ്ട് സാർ? ആര്യ ചോദിച്ചു. ആ, കുഴപ്പമില്ല. എന്നാലും കൃഷ്ണകുമാർ സാറിനെ പോലെയല്ല, ഇത്തിരി ചൂടാണ്. ആര്യയും തിരക്കുകളിലേക്ക് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ ആ ദിവസവും കടന്നുപോയി. ആ, മോൻ വന്നോ? അമ്മ ചായ എടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിൽ? കുഴപ്പമില്ലായിരുന്നു. ആ മാനേജർ കാര്യങ്ങളൊക്കെ സ്മൂത്തായി ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണാ. എന്താ ഡാഡ്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ കൂടി സഹായിക്കാം. ഓക്കെ ഡാഡ്. അമ്മേ, ചായ എടുക്ക്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. ശരി മോനെ. ഗൗതം ഫ്രഷായി വന്നപ്പോഴേക്കും പത്മിനി ചായ എടുത്തിരുന്നു. ചായയും കൊണ്ട് TV ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന അച്ഛനടുത്തായി ഗൗതം വന്നിരുന്നു. അമ്മേ, കുഞ്ഞ് വിളിച്ചായിരുന്നോ? ഇല്ല മോനെ, അവൾക്ക് ഇപ്പോൾ വിളിക്കാനൊന്നും സമയമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും കുറച്ച് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. ധാരാളം പഠിക്കാനുണ്ട് പോലും. ആ, എന്താ ചെയ്യുക? അച്ഛനും മോനും അല്ലായിരുന്നോ അവളെ ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കാൻ തിടുക്കം? അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. പപ്പി, താൻ വിഷമിക്കാതെടോ. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. ശരി, എല്ലാവരുടെയും ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. ഡാഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? അത് ഡാഡ്, എനിക്കൊരു PA വേണം. ആ മാനേജർ സന്ദീപിന് എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് മോനെ, മുൻപൊരു കുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആ പോസ്റ്റിൽ ആരെയും അപ്പോയിൻ്റ് ചെയ്തില്ല. കാര്യങ്ങളെല്ലാം സന്ദീപ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല. തൽക്കാലം ഓഫീസിലുള്ള ഏതെങ്കിലും സ്റ്റാഫിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് സമയം പോലെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യാം. ഞാൻ സന്ദീപിനോട് കാര്യങ്ങൾ വിളിച്ചു പറയാം. അവൻ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ ഡാഡ്. പിന്നെ ഡാഡ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തു പോകും. ഓക്കെ മോനെ. അമ്മേ, ഞാൻ പോകുക. കുറച്ച് കഴിയുമ്പോൾ വരും. എൻ്റെ പപ്പിക്കുട്ടി ടെൻഷൻ ആവണ്ട കേട്ടോ, പത്മിനിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു. പോ അവിടുന്ന്.
ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് പത്മിനി അടിക്കാൻ കയ്യോങ്ങി. അതിന് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഗൗതം നൽകിയത്. പിറ്റേ ദിവസം ആര്യയും ദേവികയും പതിവുപോലെ ഓഫീസിലെത്തി. അവരെ കാത്തെന്ന പോലെ സന്ദീപ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ, ദേവിക പറഞ്ഞു. ആ ഗുഡ് മോർണിംഗ്. ആര്യ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സന്ദീപ് ചേട്ടാ? ആര്യയ്ക്ക് ഒരു ചേട്ടനെ പോലെയാണ് സന്ദീപ്. സന്ദീപിനാണെങ്കിൽ തൻ്റെ കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്താണ് ആര്യയെ കാണുന്നത്. അതുകൊണ്ടാണ് ഏട്ടാ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഇന്നു മുതൽ താൻ ഗൗതം സാറിൻ്റെ PA ആണ്. വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ അത് ശരിയാകില്ല. താനാകുമ്പോൾ എല്ലാം ഭംഗിയായി ചെയ്യുമല്ലോ. ശരി ഏട്ടാ, എന്നാ താൻ വാ, സാറിൻ്റെ ക്യാബിനിലേക്ക് പോകാം. മേ കമിൻ സാർ? യെസ് സാർ, ഇത് ആര്യാനന്ദ. കൃഷ്ണകുമാർ സാർ വിളിച്ചു പറഞ്ഞായിരുന്നു സാറിനൊരു PA വേണമെന്ന്. ഇനി മുതൽ ആ ജോലി ആര്യാനന്ദ ചെയ്തുകൊള്ളും. അപ്പോഴാണ് ഗൗതം ലാപ്പിൽ നിന്ന് മുഖമുയർത്തി ആര്യയെ നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലറിയാം, ഒരു നാട്ടിൻപുറത്തുകാരി ശാലീന സുന്ദരി. വെളുത്തിട്ടാണ്, നീളമുള്ള നീണ്ട മുടി വിടർത്തിയിട്ടിരിക്കുന്നു. ചുരിദാറാണ് വേഷം. പക്ഷേ ആ കണ്ണുകൾ തന്നെ ആകർഷിക്കുന്നത് പോലെ ഗൗതത്തിന് തോന്നി. സാർ, സന്ദീപ് വിളിച്ചു. അപ്പോഴാണ് ഗൗതം ഞെട്ടി വേഗം നോട്ടം മാറ്റി. ഞാൻ ഇത്രയും നേരം ഇവളെ നോക്കിയിരിക്കുമായിരുന്നോ? ഛേ സാർ, ആര്യാനന്ദ വർക്കിൻ്റെ കാര്യത്തിൽ എഫിഷ്യൻ്റാണ്. ഇനി മുതൽ സാറിനെ ആര്യ അസിസ്റ്റ് ചെയ്തു കൊള്ളും. ദെൻ ഓക്കെ, യു മേ ഗോ നൗ. ഓക്കെ സാർ. ആര്യയും സന്ദീപും ക്യാബിൻ വിട്ടിറങ്ങി. ഹോ, ഇപ്പോഴാ സമാധാനമായത്. എന്തു പറ്റി ആര്യ? അത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതെന്തിന്? സാർ എന്തെങ്കിലും പറയുമോ എന്നോർത്ത്. എന്തിന്? സാർ ഒരു പാവമാണ്. താൻ വാടോ. കണ്ടിട്ട് അത്ര പാവമൊന്നുമല്ല. ആഹാ, താൻ ആള് കൊള്ളാമല്ലോടോ. അതിന് ആര്യ അവിഞ്ഞ ഒരു ചിരി പാസാക്കി. തുടർന്ന് ആര്യയും സന്ദീപും അവരവരുടെ ജോലികളിൽ മുഴുകി. ആര്യ മേഡത്തെ സാർ വിളിക്കുന്നു, പിയൂൺ വന്നു പറഞ്ഞു. മേ കമിൻ സാർ? യെസ് സാർ. സി മിസ് ആര്യാനന്ദ, MK ഗ്രൂപ്പ്സിൻ്റെ ആഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. സ്ഥലം തമിഴ്നാട് ബോർഡറിനടുത്താണ്. അതുകൊണ്ട് രാവിലെ പുറപ്പെട്ടാൽ വർക്ക് എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചെത്താം. താൻ എൻ്റെ കൂടെ വരണം. സാർ, അത് പിന്നെ എനിക്ക് ആക്ച്വലി സന്ദീപും ഞാനും കൂടി പോകാമെന്നാണ് കരുതിയത്. പക്ഷേ സന്ദീപിന് എന്തോ ഫാമിലി ഇഷ്യൂസ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. വേറെ ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും MK ഗ്രൂപ്പ്സിൻ്റെ ഡീൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് താൻ വരണം. ഓക്കെ സാർ, ഞാൻ വരാം. ആര്യ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്ന് ഗൗതം വിളിച്ചു. ആര്യനന്ദ. സാർ, അത് ആ MK ഗ്രൂപ്പ്സുമായിട്ടുള്ള ഫയൽ എടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് റിപ്പോർട്ട്സ് എഴുതി വെക്കണം. ഫയൽ ആ കബോർഡിലിരിപ്പുണ്ട്. ശരി സാർ എന്നും പറഞ്ഞ് ആര്യ കബോർഡ് തുറന്ന് ഫയൽ എടുക്കാൻ നോക്കിയപ്പോൾ അത് ഏറ്റവും മുകളിലത്തെ റോയിലാണ് ഇരിക്കുന്നത്. ആര്യയ്ക്ക് അത് എടുക്കുവാൻ കൈയെത്തുമായിരുന്നില്ല. ഇതേ സമയം ഗൗതം ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വർക്കുകൾ ചെയ്യുകയായിരുന്നു.